മൊണ്ണകളെ സൃഷ്ടിക്കുന്ന പെന്തക്കോസ്ത് എന്ന തലക്കെട്ടോടുകൂടി ഒരു നിരീശ്വര വിശ്വാസി ചെയ്ത വീഡിയോയ്ക്കുള്ള ലഘുവായ ഒരു പ്രതികരണമാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് നിരീശ്വര വിശ്വാസിയുടെ വീഡിയോയുടെ പ്രസക്ത ഭാഗം കാണാം. അപ്പോൾ തന്നെയും ഇവർക്ക് പുറത്തെ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിന്താശേഷി കൂടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട് എന്നിവർക്ക് ഉറപ്പാണ്. അതില്ലാതാക്കാനായിട്ടാണ് ഇവർ ഐസൊലേഷൻ, ഈ ഒരു വേർപാട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നത്. ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വർഗമാണ്, ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്ന ഏതൊരാളും, അത് നിങ്ങളുടെ അപ്പനോ അമ്മയോ ആയിക്കോട്ടെ, ഇതേ ഒരു വിശ്വാസത്തിലല്ലെങ്കിൽ അവർ ജാതികളാണ്, അവർ പാപികളാണ്, അവരുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും വേണ്ട, വേർപാട് പാലിക്കണം. അങ്ങനെ ഈ നിരീശ്വരവാദി പെന്തക്കോസ്തുകാർ മൊണ്ണകളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതിന് ആദ്യം തെളിവായിട്ട് കൊണ്ടുവരുന്നത് പെന്തക്കോസ്ത് സഭയിൽ എല്ലാ അംഗങ്ങളെയും ഐസൊലേറ്റ് ചെയ്യുന്നു എന്നുള്ള വാദമാണ്. ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്താതെ അന്ധമായി അദ്ദേഹം ഐസൊലേഷനെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് വൈവിധ്യങ്ങളിലാണ്. ആ വൈവിധ്യമാണ് അതിൻ്റെ ഒരു മനോഹാരിത. എല്ലാ തരത്തിലുള്ള മതവിശ്വാസം, പ്രത്യയശാസ്ത്രം, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അതത് സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സെലക്റ്റീവ് ഐസൊലേഷൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന കാര്യം പോലും ഈ നിരീശ്വരവാദിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് നോക്കാം, മതസമൂഹത്തിൽ മാത്രമാണോ ഈ ഐസൊലേഷൻ നിലനിൽക്കുന്നത്, അതോ നിരീശ്വരവാദികളുടെ കൂട്ടത്തിലും ഇത്തരം സെലക്റ്റീവ് ഐസൊലേഷൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിർബന്ധമായും അനിവാര്യമായും നിലനിൽക്കുന്ന ഒന്നാണ് ഐസൊലേഷൻ എന്നുള്ളത്. ഇനി നിരീശ്വരവാദികളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഐസൊലേഷനെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ബൗദ്ധികമായ ഐസൊലേഷനാണ് നിരീശ്വരവാദികളുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അതായത് തങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത വാദം ഉന്നയിക്കുന്ന എല്ലാ ആളുകളെയും അവർ അകറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എല്ലാം മൊണ്ണകൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയോ ചെയ്യുന്ന ഒരു ഐസൊലേഷൻ നിരീശ്വരവാദികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സാമൂഹികമായ അകലം പാലിക്കലാണ്. മതപരമായ ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു നിരീശ്വരവാദി അകലം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ നിന്ന് അവരെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു വിവാഹം, അതല്ലെങ്കിൽ ഒരു മരണം ഇത്യാദി കാര്യങ്ങൾക്ക് മതപരമായിട്ട് നടക്കുന്ന ചടങ്ങുകൾ അവര് വിമർശിക്കുകയും അതിൽ നിന്ന് അവരെ സ്വന്തമായിട്ട് രൂപപ്പെടുത്തിയെടുത്ത ആചാരങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് മതരഹിതമായ ആചാരങ്ങളിലേക്ക് അവരെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്ന അവസ്ഥ നിരീശ്വരവാദികളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മൂന്നാമത് നോക്കിയാൽ നവ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിസത്തിൽ കാണുന്ന പ്രത്യേകതകളാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നവനിരീശ്വരവാദികൾ എപ്പോഴും കൃത്യമായിട്ടും അവരുടെ ഐഡിയോളജിയോട് യോജിക്കാത്ത എല്ലാവരെയും അകറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് അവര് തീർത്തും നിരീശ്വരവാദിയായിരിക്കണം, അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് തീർത്ത് പറയണം. ഒരു അജ്ഞേയവാദിയെ പോലും തൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ ഇങ്ങനെ നവനാസ്തികർ തയ്യാറാകുന്നില്ല. അവർക്ക് പ്രത്യേകം ഗ്രൂപ്പുകളാണ്. നിരീശ്വരവാദിക്ക് പ്രത്യേകം ഗ്രൂപ്പ്, അജ്ഞേയവാദിക്ക് പ്രത്യേകം ഗ്രൂപ്പ്, അത്തരത്തില് താത്വിക നിരീശ്വരവാദിക്ക് പ്രത്യേകം ഗ്രൂപ്പ്, അതുപോലെ പ്രായോഗിക നിരീശ്വരവാദിക്ക് പ്രത്യേകം ഗ്രൂപ്പ്. ഇത്തരത്തിൽ വിവിധ നാസ്തിക തത്വചിന്ത വെച്ച് പുലർത്തുന്ന എല്ലാവർക്കും അവരവരുടേതായ ഗ്രൂപ്പുകളും അവരവരുടേതായ ഐഡിയോളജിയും നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ആ ഗ്രൂപ്പിൽ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്നില്ല, അവരെ മാറ്റി നിർത്തുന്നു. അതാണ് നവനാസ്തികളുടെ ഇടയിലുള്ള പ്രത്യേകമായ ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നാലാമതായിട്ട് പരിശോധിക്കുമ്പോൾ ഭാഷാപരമായ വിവേചനം, അതിൽ നിന്ന് ഐസൊലേഷൻ പാലിക്കുന്ന നിരീശ്വരവാദികളെ നമുക്ക് കാണാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മതവിശ്വാസികൾ ഉപയോഗിക്കുന്ന പല പദങ്ങളുമുണ്ട്. ദൈവകൃപ, ദൈവാനുഗ്രഹം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ. അങ്ങനെയുള്ള
ഒരു പദം ഉപയോഗിക്കാതെ അതിൽ നിന്നെല്ലാം മാറി പ്രത്യേകം രൂപപ്പെടുത്തിയ പദസഞ്ചയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ് നിരീശ്വരവാദികൾക്കുള്ളത്. അപ്പോൾ ഒരു സാംസ്കാരികമായ രീതിയിൽ പോലും ഒരു ഐസൊലേഷൻ നിലനിർത്തുക എന്നുള്ളത് നിരീശ്വരവാദി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. എന്നിട്ടാണ് പെന്തക്കോസ്തുകാര് ഐസൊലേഷൻ നടത്തുന്നതിനെ വിമർശിക്കുന്നത്. എന്താണ് പെന്തക്കോസ്തുകാരുടെ ഐസൊലേഷൻ എന്ന് പറയുന്നത്? മദ്യപാനം നടത്തുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അകലം പാലിക്കണമെന്ന് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കാറുണ്ട്. അക്രമം, ബസ് കത്തിക്കുക, കല്ലെറിയുക, ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള തിന്മയിൽ നിന്ന് അകലം പാലിക്കണമെന്നും അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കണമെന്നും പെന്തക്കോസ്തുകാർ പഠിപ്പിക്കാറുണ്ട്. അതല്ലാതെ മനുഷ്യരോട് സംസാരിക്കുന്ന കാര്യത്തിലോ മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന കാര്യത്തിലോ മാനവികത നിലനിർത്തുന്ന കാര്യത്തിലോ മറ്റുള്ളവരോട് സഹതാപം പുലർത്തുന്ന കാര്യത്തിലോ അവരുമായിട്ട് സഹവർത്തിത്വം പുലർത്തി മുമ്പോട്ട് പോകുന്ന ആ മാനവികത തീർത്തും പെന്തക്കോസ്തുകാരെല്ലാം അംഗീകരിക്കുന്നതാണ്. അപ്പോൾ നോക്കുക, എവിടെയാണ് ഐസൊലേഷൻ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഐസൊലേഷൻ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് നിരീശ്വരവാദികൾ ഇനിയെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ട്. പെന്തക്കോസ്തുകാര് സെലക്റ്റീവ് ഐസൊലേഷൻ ഉള്ളവരാണ്. കൃത്യമായിട്ടും അവർക്കറിയാം മദ്യപാനം, പുകവലി, അധർമ്മം, കൊലപാതകം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ തുടങ്ങിയുള്ള സകല പാപപ്രവൃത്തിയിൽ നിന്നും അവര് ഐസൊലേഷൻ ചെയ്ത് മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെ വേണ്ടേ നമുക്ക്?